പോലീസ് അതിക്രമണത്തിന് പിന്നാലെ ദില്ലി ചലോ മാർച്ചിൽ നിന്ന് കർഷകർ താൽക്കാലികമായി പിന്മാറി. ശംഭു അതിർത്തിയിൽ പോലീസ് നടത്തിയ ജലപീരങ്കി പ്രയോഗത്തിൽ 17 കർഷകർക്കാണ് പരിക്കേറ്റത്. തുടർ നടപടികൾ യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് കർഷക സംഘടനകൾ ഇന്ന് വ്യക്തമാക്കി. പഞ്ചാബിലെ ശംഭുവിൽ നിന്ന് 101 കർഷകർ അണിനിരന്നുള്ള ദില്ലി ചലോ മാർച്ച് ഇന്ന് ഉച്ചയോടെയാണ് പുനരാരംഭിച്ചത്. മാർച്ച് ശംഭു അതിർത്തിയിലെത്തിയതോടെ പോലീസ് കർഷകരോട് പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്ന് മറുപടി നൽകി കർഷകർ മുന്നോട്ടുപോയി. ഇതോടെ ഹരിയാന പോലീസ് കർഷകർക്കു നേരെ ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. പോലീസ് നടപടിയിൽ 17ഓളം കർഷകർക്ക് പരിക്കേറ്റു. ഇതോടെയാണ് ദില്ലി ചലോ മാർച്ചിൽ നിന്നുള്ള കർഷകരുടെ താൽക്കാലിക പിന്മാറ്റം. കർഷകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി നരേന്ദ്രമോദി സർക്കാർ മാത്രമായിരിക്കുമെന്ന് നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവ് ജഗജിത് സിംഗ് ദല്ലേവാൾ ആരോപിച്ചു. ദില്ലി ചലോ മാർച്ചുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ യോഗം ചെയ്ത് തീരുമാനിക്കുമെന്ന് കർഷക സംഘടനകൾ അറിയിച്ചു. കർഷകർക്ക് പിന്തുണയുമായി കോൺഗ്രസ് നേതാവും ഗുസ്തി താരവുമായ ബജ്രംഗ് പുനിയയും ശംഭുവിലെത്തി. 24 ഡൽഹി.